ബാബു ചേട്ടാ, ചോട്ടാ ബാബു തെറ്റിപ്പോവാണല്ലോ. എന്താണ് പരിപാടി ഇവിടെ? अरे काम करते भाई, मेरा सिखाओ भाई. ഇക്കാകോ ബാബു? ചേട്ടാ എനിക്ക് പണിയൊന്നും അറിയില്ല ചേട്ടാ, എന്നെ പഠിപ്പിക്കും ചേട്ടാ. പണിയൊന്നും അറിയില്ലെന്ന്? നീ വന്നിട്ട് എത്ര ദിവസമായി? 6 മാസമായി ചേട്ടാ, 6 മാസം. 6 മാസം കൊണ്ട് നീ മലയാളം പഠിച്ചോ? ആ മാളി ചേട്ടാ. മാളച്ചേട്ടനോ? പഠിച്ചോ? നീ കുറച്ച് പഠിച്ചു ചേട്ടാ. കുറച്ച് പഠിച്ചു. ഞാൻ ഇതുവരെ ഒരു തുള്ളി ഹിന്ദി പഠിച്ചിട്ടില്ല, മനസ്സിലാക്കണം. ഞാൻ നിന്നെ മിഷനെ കയറ്റി അടിപ്പിച്ചാൽ നീ 6 ദിവസം കൊണ്ട് തയ്യൽക്കാരനാവും. എന്റെ പണി പോവോ? ചേട്ടാ 6 മാസമായി ചേട്ടാ, സൂചി നൂല് കോർക്കാൻ പോലും പഠിച്ചിട്ടില്ല ചേട്ടാ. സൂചി നൂലും കോർക്കാൻ പഠിച്ചിട്ടുണ്ട്? എടാ ഇതൊക്കെ എന്ന് പറഞ്ഞ ഏകാഗ്രതയാണ്. ഒരു പണി നമ്മൾ ബന്ധപ്പെടുമ്പോ അതിന് ഏകാഗ്രത വേണം. ഇതുവരെയായിട്ട് സൂചി കാട്ട്. ഇങ്ങനെ എങ്ങനെ സൂചി കോർക്കും? നമ്മളിത് ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ടാ ഇങ്ങനെ അങ്ങിട്ട് അങ്ങ് പിടിച്ച് ഇതാണ്ടോ, ഉള്ളു പരിപാടി. അപ്പൊ സൂചി ചേട്ടാ? സൂചി ഇല്ല ചേട്ടാ. ചേട്ടാ ഒരവസ്ഥയൊക്കെ പറ്റും. ചേട്ടാ ഞാൻ ഇന്നെങ്കിലും ഈ മെഷീനിൽ കയറി അടിക്കട്ടെ ചേട്ടാ. മെഷീനിൽ കയറി അടിക്കാൻ ഞാൻ റബ്ബർ ഷീറ്റോ? ചേട്ടാ എത്ര നാളായി ചേട്ടാ, ചേട്ടൻ ഒരു പണിയും പഠിപ്പിക്കുന്നില്ലല്ലോ ചേട്ടാ. എത്ര നാളായി ചേട്ടാ? രമണി ചേച്ചി ഇല്ലേ? രമണി ചേച്ചി. രമണി ചേച്ചി? രമണി ചേച്ചി നമ്മുടെ ഇങ്ങനെ ഇരിക്കണ രമണി ചേച്ചി. തമ്പുരല്ല ചേട്ടാ, സരക്ക്. എടാ സരക്കെന്ന് പറഞ്ഞാൽ മലയാളി പെണ്ണുങ്ങൾ അല്ല ചേട്ടാ, സരക്ക് കൊണ്ട് തന്നില്ലേ രമണി ചേച്ചി? രമണി ചേച്ചി കംപ്ലൈന്റ് പറഞ്ഞു ചേട്ടാ. എന്നാന്ന്? രമണി ചേച്ചി ഇട്ട ബ്ലൗസ് അടിച്ചിട്ട് അത് അളവ് പാകമാകുന്നില്ല, രമണി ചേച്ചിയുടെ അനിയത്തിക്ക് പാകമാകുന്നു പറഞ്ഞു ചേട്ടാ. അറിയാവുന്ന അളവിലല്ലടാ എനിക്ക് അടിക്കാൻ പറ്റും. എനിക്കറിയാവുന്ന ചോദിച്ചു ചേട്ടാ. അറിയാൻ മേലത്തെ കാര്യം നീ എന്തിനാണ് എന്നോട് ചോദിക്കണേ? എനിക്കറിയാവോ? അറിയാവുന്ന ചോദിക്കാമോ ചേട്ടാ? അറിയാവുന്ന നീ എന്തിനാ ചോദിക്കുന്നത്? നിനക്കറിയാലോ ചേട്ടാ. ആളുകൾ കംപ്ലൈന്റ് പറയുന്നത് ചേട്ടാ, ഫേമസ് ടൈലർ ഫേമസ് ആവുന്നില്ല, ചേട്ടന്റെ കോസ്റ്റ്യൂം ഒക്കെ പഴയ മോഡലാണ്, ന്യൂ ജനറേഷൻ അല്ലാന്ന് പറയുന്നത് ചേട്ടാ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എന്റെ കടനെ കുറ്റം പറഞ്ഞ കൊല്ലും ഞാൻ. എടാ എന്റെ കോസ്റ്റ്യൂംസ് എന്ന് പറഞ്ഞാൽ അപ്പന്മാരുടെ ഇട്ട കോസ്റ്റ്യൂംസാ ഇത്. അതാ ഒരു മണം ചേട്ടാ. നിന്റെ വളിച്ച മഞ്ഞ ചോറിനൊക്കെ നല്ലതാ ഇത്, അറിയാലോ. എടാ അത് ബാലങ്ങനാർക്ക് എമ്മനമ്പാർക്കൊക്കെ എന്റെ അപ്പൻ അടിച്ചു കൊടുത്ത സാധനം ഇത്. ഇനി അടുത്ത ജനറേഷൻ വരുമ്പോ ജൂനിയർ ജനറേഷൻ വരുമ്പോ ചിലപ്പോ ഈ സാധനം തിരിച്ചു വരും ചേട്ടാ. അത് ഞാൻ ബ്രായ്ക്ക് വള്ളിയെടുത്ത ചേട്ടാ. ബ്രായ്ക്ക് വള്ളിയിട്ട ബ്രീ എന്നായി പോവുകയില്ല. ആ ഉൽപ്പന്നത്തിന് എന്തെങ്കിലും വില ഉണ്ടാവുമോ? നീ വള്ളി ഇടണ്ട കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്യും ചേട്ടാ? ഒരു പണിയുമില്ല ചേട്ടാ ഇവിടെ. 6 മാസമായി ഇവിടെ വന്നിട്ട്. എടോ ഞാൻ മുള്ളി പോയാലോ, നീ പേടിപ്പിക്കണം. പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പണി തരുമ്പോ ചേട്ടാ? എടോ എന്തെല്ലാം പണി അതിട്ട് തേക്കണത്? തേക്കാനോ? തേക്കാൻ ഈ തേപ്പ് പെട്ടി ചൂടാവുന്നില്ല. തേപ്പ് പെട്ടി? തേപ്പ് പെട്ടി ചൂടാവുന്നില്ല. ചൂടാകണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാൻ മതി. ഇങ്ങനെ എന്നിട്ട് എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചാൽ ചൂടായിക്കോളും. 6 മാസമായിട്ട് പണി തരുള്ളൂ, ഒരു പണി. സാറിന്റെ തല തന്നെ താരനാണ് ഇങ്ങനെ തല താരനൊന്നും അല്ലടാ, രാവിലെ കുളിച്ചിട്ട് രാസ്നാഥ് ഇട്ടോണ്ട് വരുന്നത്. കാലി എന്ത് പറ്റി നീ ആരോടും പറയണ്ട. നമ്മുടെ കോൺസ്റ്റബിൾ ലീലാമണി ഇല്ലേ, ലീലാമണി സെല്ലിന്റെ അകത്തോട്ട് കയറിയപ്പോ ഞാനും പുറകെ ഒന്ന് പോയതാ. അവൾക്ക് അത് പിടിച്ചടച്ച കാലം അതിന്റെ ഇടയ്ക്കായി പോയി. അങ്ങനെ എന്തോ ഒരു ചെറിയൊരു വിഷയം. ഇങ്ങോട്ട് വന്നത് ഞാൻ അങ്ങോട്ട് സാധനം എത്തിച്ചാനല്ലോ. ഞാൻ നിന്നെ കാണാൻ തന്നെ വന്നതാ. നിന്റെ മുഖത്ത് നോക്കി 2 കാര്യം പറയാൻ വന്നതാ. ഞാൻ എന്റെ പിള്ളേരുടെ യൂണിഫോം ഇവിടെ തയ്ക്കാൻ കൊണ്ട് തന്നായിരുന്നോ? നീ അത് ആ യൂണിഫോത്തിന് എന്താ കളറായത്? വെള്ള ഷർട്ടും നീല പാന്റും. വെള്ള ഷർട്ടും നീല പാന്റും. നീ അടിച്ചു വെച്ചിരിക്കുന്നത് നീല ഷർട്ടും വെള്ള പാന്റും. എന്റെ കൊച്ചു സ്കൂളിൽ പോയി അസംബ്ലിക്ക് നിന്ന് നാണം കെട്ടുപോയി, ഒറ്റപ്പെട്ടു പോയി. എന്റെ കൊച്ചു അറിയാമോ? ആ ഹെഡ് മാസ്റ്റർ വിളിച്ച് എന്നെ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? സാറേ ഈ അസംബ്ലി എത്ര മിനിറ്റ് ഉണ്ട്? 5 മിനിറ്റ് ഉണ്ട്. ആ 5 മിനിറ്റ് ഒന്ന് തലം കുത്തി നിന്നാ കാര്യം തീരുമല്ലോ. ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോഴാ ഞാൻ അല്ലേ നീ ഞാൻ തയ്ക്കാൻ തന്ന പാന്റ് ഇതൊക്കെ റെഡിയല്ലേ? നേരത്തെ റെഡിയാക്കി വെച്ചേക്കുമല്ലോ സാറേ. അത് തയ്ച്ചല്ലേ? അപ്പൊ ഇതിന്റെ എന്തോ ആയി? എന്റെ ഇപ്പോ ഞാന്ന് വെച്ചാ പറയാ ഞാൻ ചായ കുടിക്കാണെങ്കിൽ എന്നാ മതി. അത് മതിയാ? 10 രൂപയുണ്ട്. 10 രൂപ? ഒരു ചായക്ക് 10 രൂപയൊക്കെ ഉള്ളത്. ഞാൻ 400 ചായ കുടിക്കും. ഞാൻ ഡെയിലി 10 രൂപ വെച്ച് കൊണ്ട് തരാം. ഇപ്പം ബംഗാളിയാണോ? ബംഗാളിയാ, എന്നാലും വഴക്കാളിയാവൻ. ഇവന്മാരെയൊക്കെ സൂക്ഷിച്ചോണം. ഇവന്റെ ആധാർ മേടിച്ച് വെച്ചോണം. ആധാറോ? ഇവന്റെ ആധാരം പണയം വെച്ചാ ഞാൻ ഈ കട സെറ്റപ്പ് ചെയ്തേക്കാം. വീട്ടിലെങ്ങും ഇല്ലാതായി പോയി ബംഗാളികൾ. ചേട്ടാ തന്റെ തലക്ക് വിളിച്ചിട്ട് ചൂടാവുന്നില്ല ചേട്ടാ. തന്തയ്ക്ക് തലക്ക് വിളിച്ചിട്ട് ചൂടാവുന്നില്ല. അതെങ്ങനെയാണ് അവൻ ചൂടാകാതിരിക്കാൻ? പേടിയാണല്ലോ. ചൂടായാ? ചൂടാകുന്നില്ല. ഇല്ല. ഇത് എന്നെ കംപ്ലൈന്റ് ചേട്ടാ, പഴയതല്ലേ. ആഹാ, ഇതെന്നാടാ
കുത്താൻ മറന്നുപോയി ചേട്ടാ. കുത്താൻ മറന്നുപോയി. രാവിലെ തിന്നാനുള്ള ചപ്പാത്തിയും കിഴങ്ങേറിയും മഞ്ഞച്ചോറ് നീ മറന്നോ? ഇല്ല, അത് മറന്നില്ല. അല്ലേ? അതെ, ആ വേറൊരു കാര്യം. എന്നാ ചേട്ടാ? ആ റൗഡീനെ അറിയോ? ഡ്രാക്കുള തമ്പി. താളക്കുളേ? ലാളക്കുളയല്ല, ഡ്രാക്കുള തമ്പി. അവൻ ഇങ്ങ് വരും. खिलाड़ी അവൻ വാഴക്കൊല കേസിൽ ഞാനാണല്ലോ മുഖ്യ സാക്ഷിയായത്. मेरे जिंदगी सबसे बड़ी खिलाड़ी उनकी खिलाड़ी से ना तेरी हंसो. അത്രയൊന്നും ഇല്ലെന്ന്. ഇല്ല? ശരി, ആ അവനിങ്ങ് വരും. ആ. അവനിങ്ങ് വന്നാൽ ഞാനിവിടെ ഇല്ലെന്ന് പറയണം. എന്ത് പറയും? ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണം. നീ അല്ല, ഞാനിവിടെ ഇല്ലെന്ന് പറയണം. പറയാം ചേട്ടാ, പറയാം. ആ എന്താണ്? അതല്ല, ഞാൻ അടുത്ത കമ്മിറ്റിക്ക് ശരിയാക്കി തരാന്ന്. ആ ശരി. ആ അതെ, പഞ്ചായത്തിൽ പുതിയ ടീൻറ്റുടി വാഴ വന്നിട്ടുണ്ടെന്ന് കേട്ടു. ആ വാഴ തീർന്നു, ചേനയുണ്ട്, അത് മതിയാ. ചേന വേണ്ട, ചൊറി. അത് വലിയ പ്രശ്നമാണ്. അതെ, എന്നാ ഞാൻ വന്നേ? വന്നതേ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോളുടെ കല്യാണം ഒന്ന് പോണം. അത്രേ ഉള്ളൂ. ഒരു സെക്കൻഡ്. കുളിച്ചില്ല എങ്കിലും എടാ എന്റെ പഴയ ഷർട്ട് ചേട്ടാ, അതെ, എവിടെ പോണ്? കല്യാണത്തിന് പോണെന്ന് പറയും. അയ്യോ അതല്ല, കല്യാണത്തിന് എനിക്ക് പോണം. ഒരു ബ്ലൗസ് തയ്ച്ചു തന്നെ. ആ അത് ശരി, ബ്ലൗസ് വെച്ച് തന്നെ അല്ലേ? അത് 10 മിനിറ്റ് കൊണ്ട് വെച്ച് തന്നെ കേട്ടോ. അപ്പൊ അളവെടുക്കണ്ടേ? പിന്നെ വേണ്ട, അളവെടുക്കണ്ടെന്നോ? അളവെടുക്കട്ടെ ചേട്ടാ. അതൊക്കെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകും മലയാളത്തിൽ. അളവെന്ന് പോയില്ല, അളവെടുക്കാൻ എനിക്കറിയാം. ഇങ്ങോട്ട് വാ. ഒരു പണി ചെയ്യിപ്പിക്കല ചേട്ടാ. അവള് ശരി. ഓക്കെ. അതെ, ഒന്ന് കാണിച്ചേ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയിപ്പോ. ഹലോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെയൊക്കെ തന്നെ അളവെടുത്തത്. ആ ബ്ലൗസ് ആ കൊളോക്കി വെച്ചേക്കണത്. കൊളാക്കിന്നു. ആ ഒന്ന് നോക്കട്ടെ, എന്തോന്ന് എഴുതി വെച്ചേക്കണെന്ന് എനിക്ക് അറിയണമല്ലോ. ഇതെന്തോന്ന് ഇത്? എന്ത്? കഴുത്ത് കൊള്ളാം, കൊള്ളാം. പുറം തരക്കേടില്ല. അല്ല, കൈവണ്ണം സൂപ്പർ. എടാ എന്തൊരു വൃത്തികേടാണോ ഇത്? ഞാൻ ഈ അളവെടുത്തോണ്ടപ്പോ എന്റെ മൂടൊന്നങ്ങ് മാറിപ്പോയി. അല്ലേ, നമുക്ക് ഒന്നര എടുക്കാം. അയ്യോ വേണ്ട, സൂയിക്കണ്ട. ഞാനേ അളവ് ബ്ലൗസ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് ഇങ്ങോട്ട് എടുത്ത് തയ്ച്ചു തന്നാ മതി കേട്ടാ. അളവ് ബ്ലൗസോ? ഇതാണ് തയ്ക്കാനുള്ള തുണി, ഇതാണ് അതിന്റെ അളവ് ബ്ലൗസ്. ഇതേ കഴിഞ്ഞ പ്രാവശ്യം തയ്ച്ചതാണ്. ഇതൊന്നിനും കൊള്ളൂലോടെ, ഇതൊന്ന് ശരിയാക്കി വെക്കതൊക്കെ. ശരിയാക്കി വെച്ചോളാം. എപ്പോ തരും? ഞാൻ ഒരു 1/2 മണിക്കൂറിൽ എത്തിക്കും. തയ്ച്ചു തന്ന് ഞാൻ ഇട്ട് നോക്കിയിട്ടേ പോവുള്ളൂ കേട്ടോ. അത് അതിനുള്ള റൂമിന്റെ അകത്തുണ്ട്, ധൈര്യമായിട്ട് ഇട്ട് നോക്കാം. അന്ന് ഞാൻ ബ്ലോക്കിൽ പോയതിനേക്കാൾ മുമ്പ് ശരിയാക്കി വെക്കോ? ആ ബ്ലോക്കിൽ പോയിട്ടല്ലേ, അപ്പൊ വൈകുന്നേരം ആവും, നല്ല ബ്ലോക്ക് കിട്ടും. എന്നാ ഞാൻ പോണ്ട, ശരിയാക്കി വെച്ചോളണം. ചേട്ടാ, എന്താ വരുന്നത് ചേട്ടാ? കിലാടി. എവിടാ നിന്റെ മുതലാളി? എവിടാ നിന്റെ മുതലാളി? എവിടാ നിന്റെ മുതലാളി? എവിടാ നിന്റെ മുതലാളി? ഞാൻ ആരാന്നറിയാമോ നിനക്ക്? ഈ പാട് കണ്ട ഫോട്ടോച്ചിലിട്ട് ഒരുത്തം വെട്ടിയതാ. പിറ്റേ ദിവസം പൊങ്ങിയവൻ. ഈ പാട് കണ്ട ചെറായി ബീച്ചിന്റെ അടുത്തോട്ട് വെട്ടിയതാ. പിന്നെ അവൻ ഈ ആണ്ടിൽ അവൻ തൂറ്റിൽ നിർത്തിയിട്ടില്ല, അതുപോലെ ഞാൻ ചവിട്ടി. ആ എന്നോട് ഒരു കാര്യം ചോദിക്കുമ്പോ മിണ്ടാതിരിക്കുന്നതാ. अरे भाई मलयालम नहीं मालूम, थोड़ा मालूम, मैंने समझा नहीं है. क्या बोला भाई? ഒരു കാര്യമല്ല, ഉള്ള വെട്ടിത്തം മുഴുവൻ വിളിച്ചു പറഞ്ഞു. ഇതിനാണെങ്കിൽ തല്ലാനും പറ്റൂല. തല്ലിക്കഴിഞ്ഞാൽ എന്തിനാ തല്ലിയെന്ന് ചോദിച്ചാ പറയണ്ടേ ഹിന്ദിയിൽ. അരേ തും ചോട്ട് രണ്ടി അറിയാവുന്നതന്നെ. നീ കൂടുതൽ കളിച്ചാണല്ലോ, നിന്റെ ഭാര്യ ഞാൻ വെട്ടിക്കണ്ടിച്ച് പീസാക്കും. നീ ഒരു കാര്യം ഓർത്തോ, അവൻ വരുമ്പോ പറഞ്ഞാൽ ഇനി ഞാൻ വന്നാൽ അവനെ ഞാൻ പീസാക്കി കളയുന്നു കേട്ടാ പുല്ലേ.
എന്താ കളിക്കലടാ കളിക്കലടാ. ആ നിനക്കറിയാവോ നിസാരം ചെയ്തല്ല ഞാൻ ചെയ്യണത്. ഹലോ ഇവിടം വരെ വരേണ്ടി വരും. പഴയ പ്രശ്നം തന്നെ. കുളിക്കട ആ ചേട്ട ഫേമസ് കട ഇപ്പൊ വരുവാടാ പിള്ളേര്. ഈ തമ്പിനെ തൊട്ടാണല്ലോ നിനക്കെന്റെ പേരറിയാവോ? ഡ്രാക്കുള തമ്പി. തമ്പീനാ അറിയാവോ? പുല്ലേ എന്നാ സാറേ പ്രശ്നം എന്നാ? ആശാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മൂർച്ചയുള്ള കത്തി കൊണ്ട് നടക്കരുത്. അവൻ കേൾക്കുമ്പോ പറഞ്ഞു. ആശാനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ മൂർച്ചയുള്ള കത്തി കൊണ്ട് നടക്കരുത്. വന്ന പണി നോക്ക്. എന്നും ഇത് തന്നെ വരും. സിമ്പിൾ സാധനമുള്ളൂ. നിനക്കറിയാവടാ എന്റെ മേത്തൊരു പോർന്ന് വെച്ചാൽ ഇവനൊക്കെ ഒരാവശ്യമില്ല. പിന്നെ ഞാൻ എടുത്തോട്ടാ പുല്ല. മണിസേട്ടാ മണിസേട്ടാ പോയി സേട്ടാ. പോയോ? പോയി കില്ലാടി പോയി. പോയില്ലെങ്കിൽ കാണാറുന്നു. എന്നാ സേട്ടാ? എന്റെ ശവം ഒരു ചാക്ക് തലയിലത് താങ്ങിയൊരു വേഗമായിട്ട് സാധനങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു അല്ലേ? ഞാൻ വന്ന് ഞാൻ ചേട്ടനൊന്ന് കാണാൻ വേണ്ടിട്ട് എനിക്കൊരു ചേട്ടൻ വേണമായിരുന്നു. എന്നാടാ എനിക്ക് തിരക്കാന്ന് ഇവിടെ. അല്ല ചേട്ടൻ ഞാൻ ഇന്ന് എടുക്കുക ഇന്ന് എടുക്കുക കാരണം വെച്ചാൽ ഇന്ന് എനിക്ക് വേണം. തോളത്താണോ അതോ മടിയിലാണോ? അല്ലെന്ന് ഞാൻ ചേട്ടാ ഒരു ബിസിനസ് സംസാരിക്കാൻ വേണ്ടിയാണ്. ചേട്ടൻ ഈ തയ്യൽ കടയിൽ കണ്ടിരിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഒന്നാമത്തെ ചേട്ടൻ നല്ല സിമ്പിൾ. ചേട്ടൻ എൻ്റെ കൂടെ ഈ വർക്കിന് ഇറങ്ങി. എന്ത് പറഞ്ഞു? ഈ മണിച്ചെയിൻ ബിസിനസ് ആണ്. അത് നല്ല ബിസിനസ് ആണ്. മണിനീച്ച അല്ല കേട്ടോ, മണിച്ചെയിൻ ബിസിനസ്. അതായത് നമ്മൾ ഒരു 1500 രൂപ മുടക്കുക ആദ്യം. ഞാൻ ചേട്ടൻ അത്ര മുടക്കണ്ട, 500 രൂപ മുടക്കിയാലും മതി. 500 രൂപ 500 രൂപ ചേട്ടൻ മുടക്കുക. എന്നിട്ട് ചേട്ടൻ്റെ താഴെ ചേട്ടൻ ഏറ്റവും പരിചയമുള്ള ആരെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞു. രമണി. രമണീനെ ചേട്ടൻ്റെ താഴെ ചേർക്കുക. രമണി താഴെ വന്ന പ്രശ്നം വേറെ ഒന്നുമില്ല. അവളെ ഭർത്താവിന് ഇഷ്ടപ്പെടിയല്ല. എന്നാ എന്റെ പുറകെ ചേർക്കാം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടിയല്ല. അതൊന്നും ഇഷ്ടപ്പെടില്ല ചേട്ടൻ. ഞാൻ പറഞ്ഞേക്ക് ചേട്ടന് പരിചയമുള്ള ഒരു 5-6 പേരെ പേര് പറഞ്ഞു. രമണി, തങ്കമണി, രാധ, ലീല, സുശീല. അയൽക്കൂട്ടം കൂടുവല്ല നിർത്തത്. അയൽക്കൂട്ടത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഇങ്ങനെ കുറച്ച് പേരെ ചേട്ടന്റെ പുറകിൽ ഇങ്ങനെ ചേർക്കണം. ഒരാളെ ചേർത്തു അതിന്റെ പുറകിൽ. അത് ഉദാഹരണത്തിന് ഇപ്പൊ ചേട്ടൻ ഇവിടെ ചേർന്നു. ഇവിടെ ചേർന്നു. അതിന് ചേട്ടന്റെ പുറകിൽ രമണി ചേർന്നു. നല്ല കളിയാണല്ലോ. രമണി ചേർന്നു. ഈ രമണിയുടെ പുറകിൽ 2 പേരെ ചേർത്തു. രമണിയുടെ പുറകിൽ 2 പേരെ ചേർത്തു. ഈ 2 പേരെ ചേർത്തതിന്റെ പുറകെ അവരെ വേറെ 2 പേരെ ചേർത്തു. അങ്ങനെ അവർ ഇവരുടെ 2 പേരെ ചേർത്തു. അപ്പോഴും ചേട്ടൻ എവിടെയാ? ഞാൻ ഇവിടെ തന്നെ നിൽക്കുവന്നു. അവിടെ നിൽക്കുക. അവിടെ നിൽക്കണോർത്ത് ഇവിടുന്ന് മൊത്തമുള്ള കമ്മീഷൻ ചേട്ടൻ്റെ അടുത്ത് വരും. ചേട്ടന്റെ അടുത്ത് ഈ നിൽക്കുന്ന ഇവിടത്തെയും എല്ലാ കമ്മീഷനും ചേട്ടന്റെ അടുത്തേക്ക് വരും. മനസ്സിലായോ? ചേട്ടൻ ദേവി ഒന്ന് ചെയ്യും. അത് നല്ല ബിസിനസ് ആണ്. മനസ്സിലായോ? അത് കൂടാതെ ചേട്ടനോട് ഞാൻ പറഞ്ഞറിയോ, മാർക്കറ്റിങ്ങിനകത്ത് ഏറ്റവും പ്രത്യേകമുള്ള കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ ചേർത്ത് നമ്മുടെ കൂടെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കെല്ലാവരും കമ്മീഷൻ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ. മനസ്സിലായോ? നമ്മുടെ അടുത്തേക്ക് ഓരോരുത്തരെ കമ്മീഷൻ വന്ന് ചേർന്ന് നമ്മൾ ഭയങ്കര കോടീശ്വരനാവും. അറിയോ? ചേട്ടൻ അത്രയും പൈസ കിട്ടി ചേട്ടൻ കഴിക്കുവോ? എന്നൊരു 30 രൂപ വന്ന് ചായ പിടിക്കാൻ ആണ്ട കിടക്കണം. ഈ 30 രൂപയ്ക്ക് വേണ്ടി ചേട്ടൻ ഞാൻ പറയണ ബിസിനസ് എന്നെ നോക്ക്. ചേട്ടൻ എന്നെ നോക്ക് ചേട്ടാ. ഞാൻ പറയട്ടെ ചേട്ടൻ ഞാൻ പറയാം. ഒരാൾ എന്നെ ശ്രദ്ധിക്കും. ബിസിനസ്സിൽ ഡെവലപ്പായി പോകണ്ടേ? ഒരാളെ നമ്മൾ ചേർത്താൽ നമുക്ക് കിട്ടുന്ന ഈ 500 രൂപ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് കൊടുത്ത് 600 രൂപ നമുക്ക് വന്നു തരും. അങ്ങനെ ഒരു 10 പേരെ നമ്മൾ ചേർത്താൽ എത്ര രൂപ വന്നു തരും ചേട്ടാ? നമ്മൾ 10-15 രൂപ നമുക്ക് അങ്ങനെ വരും. അപ്പൊ നമുക്ക് മൊത്തത്തിലുണ്ടല്ലോ ഈ സാമ്പത്തികം വന്ന് ചേട്ടൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത അത്ര അളവ് വന്ന്. കാരണം ഇത് ഒരാളെ നമ്മൾ ചേർക്കുമ്പോൾ 500, 1000, 1500 അങ്ങനെ വന്ന് ചേരുക. പൈസ ഒത്തിരി എന്നെ ശ്രദ്ധിക്കാൻ കൂടെ നോക്കണം. എന്നെ ശ്രദ്ധിക്കേ. ഞാൻ പറയട്ടെ, ബിസിനസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സംഭവമാണ്. ബിസിനസ് നല്ല സംഭവം തന്നെ. ബിസിനസ് നല്ലതാണ്.
വലിയ ബിസിനസ് അല്ല, ഒന്നുമല്ല. ചേട്ടൻ നല്ല കാര്യമാണ് ചേട്ടൻ ചെയ്തു കഴിഞ്ഞാൽ ചേട്ടൻ ഇവനെയൊക്കെ ചേർക്ക്. ഇവന്റെ പണിക്കാശ് പിടിച്ചാൽ മതിയല്ലോ. അതെ, ഇവന്റെ പണിക്കാശ് പിടിച്ചാൽ മതി. ഏറ്റവും നല്ല സംഭവമല്ലേ ഞാൻ പറഞ്ഞത്. അല്ല ചേട്ടൻ പറഞ്ഞ സംഭവം നല്ലതാണ്. ആ പിന്നെ എന്താ കുഴപ്പമില്ല. അല്ലെ നമ്മൾ ഇത് പൈസ മുടക്കുമ്പോഴേ നമുക്ക് ചേട്ടാ ഇതിൽ ഒരു കാര്യം പേടിക്കേണ്ട കാര്യമില്ലെന്ന്. പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യം വേണ്ട ചെയ്തോ. ഒരു കാര്യം പേടിക്കേണ്ട കാര്യമില്ല. സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് സംഭവം? എങ്ങനെയുണ്ട് സംഭവം? കുഴപ്പമില്ല, പക്ഷെ ദത് പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. ഏത് ദത് ചേട്ടൻ കൈയെടുത്ത് മുഴുവൻ പുളിക്കിട്ടാ കൊണ്ടത്. ഇതാരേത്? ഇത് റൗഡിയത് തമ്പി, ഡ്രാക്കുള തമ്പി. അയ്യോ ഞാൻ അറിഞ്ഞില്ല. ഇത് എവിടെ വന്നത്? ഹലോ, അവിടെ തന്നെ രണ്ടാളുകൾ കൂട്ടിക്ക വാടാ. ഇന്നവനെ വെട്ടി ഞാൻ. ആശാന ഒന്നും മിണ്ടരുത്, ഒന്നും മിണ്ടരുത്, അക്ഷരം മിണ്ടരുത്. പോകുമ്പോ ഞാൻ പറഞ്ഞു അല്ല പുള്ളിന് ഞാൻ വല്ലതും ചെയ്തോ? ചെയ്തോ ഇല്ലെന്നറിയാം. ഇനിയിപ്പോ കത്തിയും കടാരായിട്ട് ഇനിയും വരും. അവനെ കണ്ണിപ്പെടാതെ വേറെ രക്ഷപ്പെടാൻ നോക്കും. ഞാൻ എന്നെ ചെയ്യും. എനിക്ക് പുള്ളി പേടി. എനിക്കറിയാം. എക്സിക്യൂട്ടീവ് ആണല്ലേ, പാന്റിന്റെ സിബൊക്കെ തുറന്നു കിടപ്പുണ്ട്. പോയല്ലോട്ടോ. ഇപ്പൊ പോയോ? ഒരു കാര്യം ചെയ്യാം, അതും കഴിച്ചതാ, ഞാൻ സെറ്റ് ചെയ്ത് തരാം. അങ്ങോട്ട് മാറിയൊന്നും കഴിക്കേ, ഞാൻ പെട്ടെന്ന് പിടിപ്പിച്ചു തരാം. ആണോ? അങ്ങനെയാണ് ഈ പോക്കറ്റും കൂടെ നടിച്ചോ ഷർട്ടിന്റെ? പോക്കറ്റും പുള്ളിയല്ലേ? എത്ര കഴിക്ക് വേട്ടെ. ഈ അവനെങ്ങാനും നേരത്തെ വന്നും പാട് കടയടിച്ച് വീട്ടിൽ പോവാം. അയ്യോ ഓരോ പ്രശ്നമായി. അയാൾ പോരുവോ? ആഹാ, വേഗം പോയി ലോട്ടറി എടുത്തു. പഠിക്കാൻ സാധ്യതയുണ്ട്. എത്ര നാൾ കൂടിയാണെന്ന് അറിയാം ഇതിൻ്റെ അകത്ത് കയറ്റിയതാണ്. പെട്ടെന്ന് വന്നോണ്ടേ. ഒന്നുമില്ല, പെട്ടെന്ന് വന്നോണ്ട് എക്സിക്യൂട്ടീവ് ചുമ്മാ ഇൻ ചെയ്ത് കയറ്റിക്കൊണ്ടെങ്കിൽ പോകുന്നു. തിരക്കായതുകൊണ്ട് ചേട്ടാ. സിബില്ലാത്ത ഭാഗ്യം, അല്ലെങ്കിൽ കുടുങ്ങി തത്തുപോയ. അവിടെ നിന്നോ. ആ പെട്ടെന്ന് സെറ്റ് ചെയ്യാവേ. പോണം. ഹലോ, എന്നാ അമ്പലംകുളത്തിൽ മുതലയോ? ആഹാ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വരാം. ആ വാ വാ. ചേട്ടാ നാന്ന് പറ ചേട്ടാ. ചേട്ടാ ഹലോ ഹലോ, മണിയൻ ചേട്ടാ. അയ്യോ എന്റെ പൊന്നു മണിയൻ ചേട്ടാ, നിങ്ങളുടെ കാലിന്റെ മുന്നിൽ നിൽക്കുക ഞാന്. എനിക്ക് 4 മണിക്ക് പരിപാടി ഉള്ളതാന്നേ. ഇങ്ങ എന്നാ വർത്താനായി പറയുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടാണ് ഇതൊക്കെ തന്നത്. എവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ തയ്യക്കടയുടെ ഫ്രണ്ടിൽ എത്തി ഞാൻ. കണ്ട് ഒരു സ്റ്റൂളൊക്കെ കിടക്കുന്നുണ്ട്. അകത്തോട്ട് കയറാനോ? ഇങ്ങോട്ട് വരാൻ പറ്റാ. ചേട്ടാ ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാവേ. ഇങ്ങോട്ട് എടോ, എന്റെ ഒരു സാധനം ചേട്ടന്റെ കയ്യിലുണ്ടെന്നേ. എന്റെ ഒരു സാധനം ചേട്ടന്റെ കയ്യിലുണ്ട്. അത് എനിക്കതൊന്ന് എടുക്കണോന്ന്. ഇപ്പൊ സാധനം എടുക്കല്ലേ പ്ലീസ്. എടുക്കല്ലേ. ഇങ്ങോട്ട് വരല്ലേ, ഇങ്ങോട്ട് വരല്ലേ. 4 മണിക്ക് പരിപാടി ഉള്ളത്. ഇപ്പൊ പോവാൻ മണിയേട്ടൻ പരിപാടി എടുക്കാം. എനിക്കത് എടുക്കണോന്ന്. ഇപ്പൊ എടുക്കല്ലേ. മണിയേട്ടൻ വരും. മണിയേട്ടൻ 4 മണിയാകുമ്പോ 4 മണിക്ക് വേണ്ട, 6 മണിക്കൂർ കഴിയുമ്പോ വരത്താം. എനിക്ക് 4 മണിക്ക് പരിപാടി ഉള്ളതാ. 6 മണിക്കൂർ കഴിയുമ്പോ വരത്താം. ഞാൻ എടുക്കാടോ. വേണ്ട എടുക്കല്ലേ. എന്റെ സാധനം എനിക്ക് എടുക്കാൻ പറ്റത്തില്ലേ? അയ്യോ അതന്നെ ഇവിടെ പ്രശ്നമാവും. ഞാനിപ്പോ എപ്പോ പറഞ്ഞോ? ഒരു 6 മണിക്കൂർ കഴിയുമ്പോ. എനിക്ക് പരിപാടിയാണ്, ഞാൻ വരും കേട്ടോ. എനിക്ക് വേണം, ഞാൻ ഒന്നുകൂടി. അയ്യോ വേണ്ട വരല്ലേ. എടുക്കാം. ശരി, ഞാൻ പോയിട്ട് വരാം. ലതേ, ഞാൻ വരുവാ. ഓൻ പോയില്ലേ? എടാ, എന്നാ നീ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഞാനൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ അവൻ ആളെ കൂട്ടിയേക്കാണ്. നീ അവന്റെ ബോഡി ഗാർഡാണല്ലേ? അല്ല. മസലും കാട്ടി അവൻ നിൽക്കുക. അവൻ ഇല്ലെന്ന് അവനിവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കണ്ടേ? നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല. അവൻ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ഇറങ്ങി വരാൻ പറ. ഇവിടെ ആരുമില്ല. വിശ്വാസമില്ല. ഇവിടെ ആരുമില്ല. നോക്കട്ടെ. ഇല്ല, ഇവിടെ ആരുമില്ല. ഞാൻ നോക്കാം. ഇവിടെ ആരും ഇല്ലെന്ന്. ഒന്നും ചെയ്യരുത്. ഇവിടെ ആരും ഇല്ലെന്ന്. ഇവിടെ ആരും ഇല്ല. എടാ വൃത്തികെട്ടവന്, നിന്നെ ഇന്ന് ഞാൻ പുളിയിട്ട പോളൂ. അവനില്ലെങ്കിൽ വേണ്ട, ഇന്ന് നിന്നെ ഞാൻ പുളിയിട്ട പോളൂ. ചേട്ടാ ഞാൻ മറ്റേ മണിച്ചേന്റെ. നീ മണിച്ചാൽ നിന്റെ മണിയെന്നേ പറിച്ചാണ് ഞാൻ. ചേട്ടാ ഇന്ന് ഞാൻ
കത്തി ഊരിയ ചോര കണ്ട് നിർത്തുന്ന ആളാ ഞാൻ. ഇയാൾ ആരെ കൊല്ലും? ഞാനിപ്പോ എന്നായിട്ട് എന്നെ മേത്തെ നിന്നെ വെട്ട് ഞാൻ. ഞാൻ തേപ്പോട്ട് വെച്ചടിക്കും. ഞാൻ കത്തി എടുക്കും. ഞാൻ തേപ്പോട്ട് വെച്ചടിക്കും. നീ എയർപോർട്ടിൽ നീ എന്നെ ഞാൻ കാണിച്ചോളാ. കത്തി ഊരാണ്. എന്നെ കുത്തല്ല. കുത്തും. എന്നെ കുത്തല്ല. എടാ നീ തൊടോടം പൊട്ടാണല്ലോ. ഞാനല്ലോ ചേട്ടൻ തന്നെയല്ലേ കീറിയത്. നിന്നെ ഇന്ന് ഞാൻ വെട്ടുവാ. എന്നെ അടിക്കല്. ഞാൻ തേപ്പോട്ടി അടിക്കും. കുത്തും ഞാൻ. കുത്തും ഞാൻ. തേപ്പോട്ടി അടിക്കും. ഇപ്പോഴത്തേക്ക് നിന്നെ ഞാൻ വിട്ടേക്കടാ. അടുത്ത പ്രാവശ്യം നിന്നെ അവളെ കണ്ടാട്ടില്ല. എന്നാ പ്രശ്നം? അയ്യോ ഇവിടെ ആരും ഇല്ലേ ഇവിടെ? ഇയാളെന്നെ തയ്ച്ച തുണി ഇത് എവിടെയാണോ വെച്ചേക്കണേ? എടോ മണിയെ താനാ തുണി ഇത് എവിടെയാ തയ്ച്ചു വെച്ചേക്കണേ? ഞാൻ തന്റെ കടയിലുണ്ട്. ഇവിടെ ആരും ഇല്ലെന്ന്. എവിടെ അകത്താ? ആ ഞാൻ ഇട്ടോക്കിയിട്ടേ പോവുള്ളൂ. ഞാൻ എടുത്തോളാം. ശരിയെന്നാ. ഞാളൊക്കെ ഇത് എന്തൊന്നീ കാണിക്കണേ? ഇത് ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? എന്റെ ദൈവമേ, ഇങ്ങനെ ഇതുവഴി വന്നില്ലേ ഇവിടെ? എന്റെ പരിപാടിയൊക്കെ ഒന്ന് കൊളമാവില്ല. കേറി എടുക്കാം. എല്ലാം പറയാവോ? ഹലോ മലയാളം. അയ്യോ അയ്യോ അയ്യോ. ചേട്ടാ നമസ്കാരം. മലയാളി ചാനലിൽ നിന്നും ക്യാമറമാൻ നിയാസിനോടൊപ്പം റിപ്പോർട്ടർ സാജൻ PC. ഇവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പിളിക്കണ്ടം എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു അനാശ്വാസം, അതായത് ഫേമസ് എന്ന് പറയുന്ന ഒരു ടൈലർ ഷോപ്പിലാണ് ഇവിടെ ഒരു അനാശ്വാസം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ ഹലോ ശ്രീകുട്ടി കേൾക്കാം പറയൂ. അതെ ഇവിടെ ഞാനിപ്പോൾ കമ്പിളിക്കണ്ടം എന്ന സ്ഥലത്തുണ്ട്. ഫേമസ് എന്ന് പറയുന്ന ടൈലർ ഷോപ്പിലാണ്. അതിന്റെ മുന്നിലുണ്ട്. ഇവിടെയാണ് അനാശ്വാസം നടന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് തിരിച്ചു വരാം. ഓക്കെ എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അനാശ്വാസമാണ് നടന്നിരിക്കുന്നത്. ഇവിടെ ഫേമസ് എന്ന് പറയുന്ന ഒരു ടൈലർ ഷോപ്പിലാണ് ഇങ്ങനെ ഒരു അനാശ്വാസം നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജനങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കാം. അത് ഇപ്പൊ പോലീസും എല്ലാവരും വന്നു ചേർന്നിട്ടുണ്ട്. ഇവിടെ വലിയൊരു സംഭവ വികാസത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ഈ മുൻകൂട്ടി അറിയുന്നത്? അതറിയത്തില്ലേ? അത് നമ്മളിപ്പോ ഒരു പീഡനം നടക്കുന്ന ആ വാർത്തയുണ്ടല്ലോ, അത് നമ്മൾ ചെയ്തു വെക്കും. അപ്പൊ സ്ഥലവും പേരും മാത്രം മാറ്റിയാൽ മതിയല്ലോ. അപ്പൊ ഇതിലേക്ക് വരും. അപ്പൊ നമുക്ക് ഈ അനാശ്വാസം നടന്ന അതിനെ കുറിച്ച് ആ സ്ത്രീയോട് നമുക്ക് ചോദിക്കാം. സ്ത്രീയാണ് ഇത് കണ്ടിരിക്കുന്നത്. അനാശ്വാസം എന്താണ് ഇവിടെ നടന്നത്? നിങ്ങൾക്ക് അതൊന്ന് പറയാമോ? ഞാനവിടെ ആദ്യം വന്നത്. അപ്പൊ ഞാൻ എന്റെ ബ്ലൗസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഈ ചെറുക്കനോട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞില്ല ഈ പെണ്ണുമായിട്ട് ഇങ്ങനെയൊക്കെ ഞാനിപ്പോ ഇതേ നിങ്ങളെപ്പാ വന്ന് കയറി പെണ്ണുള്ള ഇദ്ദേഹമാണ് അദ്ദേഹം, അതാണ് ഇര അല്ലേ? അപ്പോൾ എന്താണ് നിങ്ങൾ ഈ അനാശ്വാസം എന്ന് പറയുന്നത്? ഇതിനു മുമ്പ് നിങ്ങൾ ഈ അനാശ്വാസം ചെയ്തിട്ടുണ്ട്? അയ്യോ, ഞാൻ മണിച്ചതിന്റെ ആളാ ഞാനിത്. ഓ, അത് ശരി. അപ്പൊ കേരളമാകെ അനാശ്വാസത്തിന്റെ ഒരു ചെയിൻ സർവീസ് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അല്ല പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ബാംഗ്ലൂരിൽ വേണം. അപ്പൊ ബാംഗ്ലൂരിലും നിങ്ങൾ ഈ അനാശ്വാസത്തിന്റെ ചെയിൻ തന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഈ കമ്പിളിക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തന്നെ പറയാനുള്ളത്. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളൊന്നുമല്ല പറയുന്നത്. നിങ്ങൾക്ക് തോന്നിയല്ലോ പറയണത്. അതെല്ലാ ചാനലും ശരിയാ. അങ്ങനെയല്ല പറഞ്ഞത്. എനിക്കൊന്നും പറയാനില്ല. ഇവിടെ പറയാനുള്ള അതെ ശ്രീകുട്ടി, ഇപ്പൊ ഇവിടെ പറയുന്നത് അനാശ്വാസം നടന്നിരിക്കുന്നത് സത്യമായിട്ടുള്ള കാര്യം എന്നാണ് പറയുന്നത്. ഇതിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ?
പങ്കിട്ടൊന്നും എനിക്കറിയത്തില്ല. എടാ, ഈ കടയുടെ ഈ ഫേമസ് ഷോപ്പിന്റെ ഓണർ അവിടെ ഇത് മണി എനിക്ക് അവനാത്തോന്ന് അവനെ കണ്ടാൽ അവന്റെ അതെ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇവിടെ ഈ ഫേമസ് ഷോപ്പിന്റെ ഈ ടൈലർ ഷോപ്പിന്റെ ഓണർ എന്ന് പറയുന്നത് മണിയൻ, അദ്ദേഹത്തിന് ഇതിൽ വ്യക്തമായ പങ്കുള്ളതെന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിലെ ആൾക്കാരും ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ശ്രീകുട്ടി, അപ്പൊ ഇവിടെ നടക്കുന്ന ഈ അനാശാസ്യ സംഭവം എന്റെ മുഖം മറിച്ചു. അപ്പൊ നിങ്ങളാണ് ഈ ഫേമസ് ഷോപ്പിന്റെ ഓണർ? സിനിമ ഷൂട്ടാണ് ഇവിടെ. ഏതാ പടം ഏതാ? അനാശാസ്യം. അനാശാസ്യം. ഓ, ഇവിടെയൊക്കെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ എനിക്ക് പൈസ തരണം. ഇവിടെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ എനിക്ക് പൈസ തരണം. തയ്യക്കടയുടെ മറവ് അനാശാസ്യം കൂടെ കാണിക്കുന്നതാ നീ. ഇതെന്നെ ഈ നിക്കറിട്ടേക്കണേ. എന്നാ നിക്കറന്നോ? നീ തയ്ച്ചു തന്നത് ആ പാന്റ് ഇട്ടോണ്ട് നടക്കുവാ ഞാൻ. എത്രാളത്തിന് കയറി വന്നതാ. ഇവനെ പിടിച്ച് ജീപ്പിക്കറ്റ്, ഇവനെ പിടിച്ച് കയറ്റി, ഇവനെ പിടിച്ച് കയറ്റി. നിങ്ങൾ പാലും കൊണ്ട് പോയില്ലേ? എല്ലാരും കണ്ടു എവിടുന്നോ പഠിച്ചേ. ഒരു പെണ്ണുമ്പോൾ വന്ന് കയറി. ഇപ്പൊ ഇവരെല്ലാരും കൂടി കൂടി എന്നെ പീഡനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തേക്ക് അറിയാവോ? സാറേ ആ? സാറേ ഓ. എന്റെ ഫേമസ് കടയാ സാറേ ഇത്. ആ. സാറേ ഓ. അത് ഇല്ലാണ്ടാക്കരുത്. ആര്? ദൈവത്തെ ഓർത്ത് ആ. എനിക്ക് എന്റെ ഫേമസ് കട വിജയിപ്പിക്കണം എന്നെ ആഗ്രഹമുള്ള വ്യക്തിയാണ്. അത് ശരി. സാർ ഇത് അനാശം. ഞാനില്ല ഇതിനകത്ത്. എന്തോ? ഈ ചീഞ്ഞ കേസിനകത്ത് ഞാനില്ല. പക്ഷെ ഈ നാറ്റ കേസിന്റെ അകത്ത് നീ ഉണ്ടല്ലോ. കേറി ജീപ്പിന്റെ അകത്ത് പുല്ലി രണ്ടും കേറാ. എടാ മണിയാ, ഇതോടുകൂടി ശരിക്കും നിന്റെ കട ഫേമസ് ആകൂടാ.